കൂട്ടുകാരെയും കുമാരി ഫുഡ്ബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അടപ്രഥമനാണ്. എന്നാ വെച്ചാൽ തേങ്ങയുടെ ഈ വിലയ്ക്ക് തേങ്ങയൊക്കെ ചിരണ്ടി പിഴിഞ്ഞ് സമയക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിന്ന് പശുമ്പാലിൽ തന്നെയാണ് അടപ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അട കഴുകി നമുക്ക് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. എന്നാ വെച്ച് കഴിഞ്ഞാൽ 500 ഗ്രാം അടയ്ക്ക് ഞാൻ 3 ലിറ്റർ വെള്ളമാണ് വെച്ചിരിക്കുന്നത്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ അട കഴുകി അടുപ്പത്ത് വെക്കാം. അട കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പ് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അട കഴുകി ഇതിൻ്റെ പച്ചയെല്ലാം കളയണം. 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ പച്ച കളഞ്ഞിട്ട് നമുക്ക് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് ആക്കാം. 1.5 കിലോ ശർക്കരയാണ്. 1.5 കിലോ ശർക്കരയുടെ പാനി. നമുക്കപ്പോൾ അട ശർക്കര പാനിയിലേക്ക് ഇടാം. നമുക്ക് 2 സ്പൂൺ ഏലക്കായും ജീരകവും പൊടിച്ചതിട്ട് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടയിലേക്ക് ഇത് വേകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരണ്ടേ, ഏലക്കായുടെയും ജീരകത്തിൻ്റെ ഒക്കെ. നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കെന്നാൽ പാൽ ഒഴിക്കാതെ നമ്മളൊക്കെ പച്ച വെച്ചിരുന്ന പശുമ്പാലിന് പകുതി പാൽ ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ പാലൊഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ച് ഇനിയിപ്പോൾ ഇത് തിളപ്പിച്ച് പറ്റിക്കണം. ഇനിയിപ്പോൾ കൈ എടുക്കാതെ ഇളക്കണം. പശുമ്പാൽ ഒഴിച്ച് വയ്ക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. തേങ്ങാപ്പാൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും പശുമ്പാൽ ഉണ്ടാക്കിയാലും. നമ്മൾ പറയാനായിട്ട് പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാൽ ഒഴിച്ചു അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാവും. കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. പായസം റെഡിയായി വന്നിട്ടുണ്ട്. ആദ്യം മാറ്റി വെച്ച പാല് ഒഴിക്കുവാണേ. ഇനി ഏലക്ക, ചുക്ക്, ജീരകം എല്ലാം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നട്ട്സൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പായസം റെഡിയായിട്ടുണ്ട്. അടപ്രഥമൻ തേങ്ങാപ്പാലില്ലാതെ പശുമ്പാൽ തയ്യാറാക്കിയ അടപ്രഥമൻ എല്ലാവരും ചെയ്ത് നോക്കണം.